നമുക്ക് ഇന്നത്തെ ക്ലാസ് ആരംഭിക്കാം. നമ്മൾ പഠിക്കാൻ പോകുന്നത് 7ാം ക്ലാസ്സിലെ ബാലമഹാഭാരത കഥയിലെ ആദ്യത്തെ ചാപ്റ്ററായ മഹാഭാരത കഥയാണ്. അത് ഇൻട്രൊഡക്ഷനായിട്ട് കൊടുത്തിരിക്കുന്നതാണ്. അത് പഠിച്ചേച്ച് വേണം ബാക്കി നമുക്ക് വായിക്കാൻ. അതുകൊണ്ട് നമുക്ക് ആദ്യം ഈ മഹാഭാരത കഥ വായിക്കാം. महाभारत की कथा महर्षि पराशर के कीर्तिमान पुत्र वेदव्यास की देन है. മഹാഭാരതം കഥ മഹർഷി പരാശരന്റെ കീർത്തിമാൻ എന്ന് വെച്ചാൽ ഫേമസ്, കീർത്തി കേട്ട പുത്രനായ വേദവ്യാസന്റെ ദേനാണ്. ദേൻ എന്ന് വെച്ചാൽ അർത്ഥം സമ്മാനം ആണ്. व्यास जी ने महाभारत की यह कथा सबसे पहले अपने पुत्र शुकदेव को कंठस्थ कराई. വ്യാസൻ ഏറ്റവും ആദ്യം ഈ മഹാഭാരതം കഥ പഠിപ്പിച്ചത് ആരെയാണ്? തൻ്റെ പുത്രനായ ശുകദേവനെയാണ്. ശുകദേവ് കണ്ടസ്ഥ്യകരായി. പേരുകളൊക്കെ നോക്കിയാണ്. ശുകദേവ്, വ്യാസ്, മഹർഷി പരാശരൻ. മഹർഷി പരാശരന്റെ പുത്രനായിരുന്നു വ്യാസൻ. വ്യാസന്റെ പുത്രനായിരുന്നു ശുകദേവ്. ശുകദേവനെ പഠിപ്പിച്ചു കൊടുത്തു. അവർ ബാദമേ അപ്പനെ ദൂസരെ ശിഷ്യോങ്കോ, അതിനുശേഷം തൻ്റെ മറ്റ് ശിഷ്യന്മാർക്ക് ഈ കഥ പഠിപ്പിച്ചു കൊടുത്തു. മാനവജാതി മേ മഹാഭാരത की कथा का प्रसार महर्षि वैशंपायन के द्वारा हुआ. നമ്മുടെ മനുഷ്യജാതിയിലേക്ക്, മാനവജാതിയിലേക്ക് മഹാഭാരതത്തിന്റെ കഥയുടെ പ്രചാരം ചെയ്തത് ആരാണ്? മഹർഷി വൈശംപായൻ. ഇനി മഹർഷി വൈശംപായൻ ആരാണ്? വൈശംപായൻ വാസജിക്ക് പ്രമുഖ ശിഷ്യത. വ്യാസന്റെ പ്രമുഖനായ ശിഷ്യനായിരുന്നു വൈശംപായൻ. ऐसा माना जाता है कि महाराजा परीक्षित के पुत्र जनमेजय ने एक बड़ा यज्ञ किया. ऐसा माना जाता है, ഇങ്ങനെ പറയപ്പെടുന്നു. മഹാരാജ പരീക്ഷിത്ത് കെ പുത്ര, മഹാരാജാവായ പരീക്ഷിത്തിന്റെ പുത്രൻ ജനമേജയൻ ഏക് ബഡാ യജ്ഞ കിയ, ഒരു വലിയ യജ്ഞം നടത്തി. ഈ മഹായജ്ഞത്തിൽ സുപ്രസിദ്ധ പൗരാണിക സൂതജി ഭി മൗജൂദ് ഹെ, സുപ്രസിദ്ധനായ പൗരാണിക സൂതജിയും ഉണ്ടായിരുന്നു. പ്രസന്റ്, മൗജൂദ് എന്ന് വെച്ചാൽ പ്രസന്റ് എന്നർത്ഥം. സൂതജിനെ സമസ്ത ഋഷിയോങ്കി ഏക്ക് സഭ ബുലായി. സൂതജി എല്ലാ ഋഷികളെയും വിളിച്ചൊരു സഭ അദ്ദേഹം ഒരു സഭ വിളിച്ചുകൂട്ടി. സൂതജി ഒരു സമസ്ത മുഴുവൻ ഋഷികളെയും വിളിച്ച ഒരു സഭ വിളിച്ചുകൂട്ടി. മഹർഷി ശൗനക് ഈ സഭയ്ക്ക് അധ്യക്ഷ ഹുയെ. മഹർഷി ശൗനകനായിരുന്നു ഈ സഭയുടെ അധ്യക്ഷൻ. സൂതജിനെ ഋഷിയോങ്കി സഭാമേ മഹാഭാരത की കഥ പ്രാരംഭ की. സൂതജി ഋഷിയോങ്കി സഭാമേ, ഋഷിയുടെ ഈ സഭയില് മഹാഭാരത की കഥ പ്രാരംഭ की, മഹാഭാരതം കഥ പ്രാരംഭ की എന്ന് വെച്ചാൽ തുടങ്ങി. കി എന്തെന്നാൽ അദ്ദേഹം കഥ അവിടെ വെച്ച് പറയുക. ഇപ്പം ഇനി പറയാൻ പോകുന്നത് മഹാഭാരതം കഥയെ പറ്റിയാണ്. ഈ മഹാഭാരതം എന്താണ് പറയുന്നതെന്നാണ്, കഥ എന്താണെന്നാണ് പറയാൻ പോകുന്നത്. മഹാരാജ ശന്തനു കെ ബാദ് ഉൻകെ പുത്ര ചിത്രാംഗദ് ഹസ്തിനപുരയ്ക്ക് ഗദ്ദി പർ ബൈഠെ. മഹാരാജ ശന്തനുവിന് ശേഷം അദ്ദേഹത്തിന്റെ പുത്രനായ ചിത്രാംഗദ്. അപ്പം മഹാരാജ ശന്തനുവിന് 2 മക്കളായിരുന്നു ഉണ്ടായിരുന്നത്, ചിത്രാംഗദനും വിചിത്രവീര്യയും. അപ്പം ആദ്യത്തെ മൂത്ത പുത്രനാണ് ചിത്രാംഗദൻ. അപ്പം മഹാരാജ ശന്തനുവിന് ശേഷം അദ്ദേഹത്തിന്റെ പുത്രനായ ചിത്രാംഗദൻ ഹസ്തിനപുരയ്ക്ക് ഗദ്ദി പർ ബൈഠെ, സിംഹാസനത്തിലിരുന്നു എന്ന് വെച്ചാൽ രാജ്യം ഭരിച്ചു. ഉൻസ്കി അകാല മൃത്യു ഹോ ജാനെ പർ, പക്ഷേ ചിത്രാംഗദന് ഒത്തിരി നാളൊന്നും രാജ്യം ഭരിക്കാൻ പറ്റിയില്ല, അദ്ദേഹം മരിച്ചു. അതുകൊണ്ട് അദ്ദേഹത്തിന്റെ അകാല മൃത്യുവിന് ശേഷം ഉൻകെ ഭായി, അദ്ദേഹത്തിന്റെ സഹോദരൻ വിചിത്രവീര്യ രാജാഹുയെ. വിചിത്രവീരനാണ് പിന്നീട് രാജ്യം ഭരിച്ചത്. വിചിത്രവീരന് 2 പുത്രന്മാർ, ഉൻകെ 2 പുത്ര ഹുയെ. വിചിത്രവീരന് 2 പുത്രന്മാരുണ്ടായിരുന്നു, ധൃതരാഷ്ട്ര അവർ പാണ്ഡു. അവരുടെ പേരാണ് ധൃതരാഷ്ട്രരും പാണ്ഡുവും. ബഡേ ബേട്ടെ ധൃതരാഷ്ട്ര ജന്മസേഹി അന്ധേതെ. മൂത്ത പുത്രനായ ധൃതരാഷ്ട്ര ജനിച്ചപ്പോൾ തന്നെ അന്ധനായിരുന്നു. ഇസലിയെ ഉസ് സമയക്ക് നീതിക്ക് അനുസാർ പാണ്ഡു കോ ഗദ്ദി പർ ബൈഠായ. അപ്പൊ കാഴ്ചയില്ലാത്ത ഒരാളെ സിംഹാസനത്തിൽ ഇരുത്തത്തില്ല, രാജ്യം ഭരിക്കാൻ അവകാശമില്ല. അതുകൊണ്ട് അദ്ദേഹത്തിന്റെ സഹോദരനായ
പാണ്ഡുവിനെയാണ് സിംഹാസനം ഏൽപ്പിച്ചത്. പാണ്ഡുവിനെ കൈ വർഷവും തക്ക് രാജകീയ. പാണ്ഡു ഒരുപാട് വർഷങ്ങളോളം രാജ്യം ഭരിച്ചു. ഉൻകി ദോ റാണിയാം തി. അദ്ദേഹത്തിന് 2 റാണിമാരുണ്ടായിരുന്നു. കുന്തി ഔർ മാദ്രി. പേരൊക്കെ നോക്കണം. കുന്തി ഔർ മാദ്രി. കുछ സമയ രാജ്യ കർണേക്ക് ബാധ കുറച്ചു നാള് രാജ്യം ഭരിച്ചതിന് ശേഷം പാണ്ഡു അപ്പനെ കിസി അപരാധിക്ക് പ്രായശ്ചിത്ത കേലിയ. പാണ്ഡു തന്റെ ഏതോ അപരാധത്തിന്റെ പ്രായശ്ചിത്തത്തിന് വേണ്ടി തപസ്യ കർണേ ജംഗൽ ഗയെ. തപസ് ചെയ്യാനായി എന്തോ ഒരു കുറ്റം ചെയ്തു. ആ കുറ്റത്തിന്റെ പ്രായശ്ചിത്തത്തിനായിട്ട് വനത്തിൽ പോയി തപസ് അനുഷ്ഠിക്കാനായിട്ട് പോയി. ജംഗൽ മേ ഗയെ. ജംഗലിൽ പോയി. ജംഗൽ എന്ന് വെച്ചാൽ കാട്. ഉൻകി ദോനോം റാണിയാമ്പി ഉസ്കെ സാത്ത് ദി. അദ്ദേഹത്തിന്റെ 2 റാണിമാരും അദ്ദേഹത്തോടൊപ്പം പോയി. വനവാസ് കെ സമയ കുന്തി ഔർ മാദ്രീനെ 5 പാണ്ഡവോं को जन्म दिया. വനവാസ സമയത്ത് കുന്തിയും മാദ്രിയും കൂടി 5 മക്കൾ 5 പാണ്ഡവന്മാർക്ക് ജന്മം കൊടുത്തു. കുച്ച് സമയ ബാധ കുറച്ച് ദിവസങ്ങൾക്ക് ശേഷം പാണ്ഡുക്ക് മൃത്യു ഹോകി. പാണ്ഡു മരിച്ചു. 5 അനാഥ ബച്ചോങ്ക 5 അനാഥ കുട്ടികളെയും വനക്കെ ഋഷി മുനിയോനെ പാലൻ പോഷം കിയ. വനത്തിലെ ഋഷി മുനികളാണ് അവരെ സംരക്ഷിച്ചത്. അവർ പഠായ ലിഖായ. അവരെ പഠിപ്പിച്ചു. എഴുതാനും വായിക്കാനും ഒക്കെ പഠിപ്പിച്ചു. ജബ യുധിഷ്ഠിർ 16 വർഷക്കെ ഹുയെ. യുധിഷ്ഠിറിന് 16 വയസ്സായപ്പോൾ ഋഷിയോംനെ 5 കുമാരോങ്കോ ഹസ്തിനപുർ ലേ ജാക്കർ. ഋഷിമാര് ഈ 5 കുമാരന്മാരെയും ഹസ്തിനപുരിലേക്ക് കൊണ്ടുപോയി. പിതാമഹ ഭീഷ്മക്കോ സൗമ്പതിയ. പിതാമഹനായ ഭീഷ്മരെ ഏൽപ്പിച്ചു. 5 പാണ്ഡവ ബുദ്ധി സെ തേസ് ഔർ ശരീര സെ ബലി. ഈ 5 പാണ്ഡവന്മാരും നല്ല ബുദ്ധിയുള്ളവരും, പ്രഖർ എന്ന് വെച്ചാൽ തീഷ്ണ ബുദ്ധിയുള്ളവരും പിന്നെ അതുപോലെ തന്നെ നല്ല ബലവാന്മാരുമായിരുന്നു. ഉൻകി പ്രഖർ ബുദ്ധി അവർ മധുര സ്വഭാവ്. അവരുടെ ഈ പ്രഖര തീഷ്ണമായ ബുദ്ധിയും മധുര സ്വഭാവം എന്ന് വെച്ചാൽ എല്ലാവരോടും നല്ല സ്നേഹത്തിലാണ് അവർ പെരുമാറിയിരുന്നത്. അപ്പം അവർക്ക് നല്ല ബുദ്ധിയും ബലവും ഉള്ളതുപോലെ തന്നെ മറ്റുള്ളവരോട് സ്നേഹവും ഉണ്ടായിരുന്നു. സ്വഭാവിനെ സബ്കോ മോഹലിയ. എല്ലാവരെയും മോഹിപ്പിച്ചു എന്ന് വെച്ചാൽ അവരെ എല്ലാവർക്കും വളരെയധികം ഇഷ്ടമായിരുന്നു. യഹ് ദേക്കർ. ഇത് കണ്ടിട്ട് ധൃതരാഷ്ട്രയ്ക്ക് ധൃതരാഷ്ട്രന്റെ പുത്രന്മാരെ പറയുന്നതാണ് കൗരവ്. അവർ ഉസ്നെ ജൽനയിലേക്ക്. കൗരവന്മാർക്ക് ഇവരോട് അസൂയയുണ്ടായി. അവർ ഉനോനെ പാണ്ഡവോങ്കോ തരഹ് സെ കഷ്ട പഹുഞ്ചാന. പല രീതിയിൽ അവരെ കഷ്ടപ്പെടുത്താൻ ആരംഭിച്ചു. ശുരൂക്കിയ എന്ന് വെച്ചാൽ ആരംഭിച്ചു. ദിൻ പർ ദിൻ. ദിവസങ്ങൾ കഴിയും തോറും കൗരവവും ഓർ പാണ്ഡവോം കെ ബീച്ച്. കൗരവന്മാരുടെയും പാണ്ഡവന്മാരുടെ ഇടയിൽ വൈരാഗ്യം വർദ്ധിച്ചു വന്നു. അന്തമേ പിതാമഹ ഭീഷ്മനെ. അവസാനം പിതാമഹനായ ഭീഷ്മൻ ദോനോം കിസി തരഹ് സമച്ചായ. 2 പേരെ മനസ്സിലാക്കിപ്പിച്ചു. അവർ ഉസ്കെ ബീച്ച് സന്ധി കരായി. ഭീഷ്മക്കെ ആദേശാനുസാർ. ഭീഷ്മന്റെ ആജ്ഞയനുസരിച്ച് കുരു രാജ്യക്കെ 2 ഹിസ്സേ കിയെ. കുരു രാജ്യത്തെ രണ്ടായി വീതിച്ചു. കൗരവ് ഹസ്തിനപുരമേം ഹി രാജ് കർത്തേ രഹേ. കൗരവന്മാര് ഹസ്തിനപുരത്തിൽ തന്നെ രാജ്യം ഭരിച്ചു. രാജ്യകർണ എന്ന് വെച്ചാൽ രാജ്യം ഭരിക്കുക. അവർ പാണ്ഡവോങ്കോ ഏക അലഗ് രാജ്യ ദേദിയ. പാണ്ഡവന്മാർക്ക് വേറൊരു രാജ്യം കൊടുത്തു. അവർ ഇത് ആകെ ചലക്കർ പിന്നീട് ഇന്ദ്രപ്രസ്ഥ് കെ നാമ്പർ. ഇന്ദ്രപ്രസ്ഥ് എന്ന പേരിൽ മഷഹൂർ ഹുവ. പ്രസിദ്ധമായി. ഇപ്രകാരം കുച്ചുദിൻ കുറേ നാള് ശാന്തിരഹി. കുറേ നേരം സമാധാനം ഉണ്ടായിരുന്നു. ആർക്കും വഴക്കും ഒന്നുമില്ല. 2 പേരും രണ്ട് സ്ഥലത്ത് ഭരണം നടത്തി. ഉന്ദിനോം രാജലോകോമേം. അന്ന് രാജ ഉന്ദിനോം രാജാലോകോമേം ചൗസർ ഖേൽന കാ ആം റിവാസ്. ആം എന്ന് വെച്ചാൽ സാധാരണ ഒരു രീതി ഉണ്ടായിരുന്നു. പിന്നെ രാജാക്കന്മാരുടെ ഇടയിൽ ഒരു രീതി ഉണ്ടായിരുന്നു. പിന്നെ ഇത് ചൂത കളിക്കുക എന്നുള്ളത്. രാജ്യത്തൊക്കെ ഈ ചൂതുകളിയിലെ രാജ്യം വരെ അവർ പണയം വെക്കുമായിരുന്നു. ബാജിയാം ലഗാതി. ഇസ് റിവാസ് കെ മുതാബിക്ക്. ഈ രീതി അനുസരിച്ച് ഏക്കുബാർ ഒരു പ്രാവശ്യം പാണ്ഡവവും അവർ കൗരവവുംനെ ചൗപ്പടിക്കേല. പാണ്ഡവന്മാരും കൗരവന്മാരും തമ്മിൽ
ഇത് ചൂത് കളിച്ചു. കൗരവോങ്കി തരഫ് കുടില ശകുനി ഖേല. കുടിലെന്ന് വെച്ചാൽ ദുഷ്ടനായ, കൗരവന്മാർക്ക് വേണ്ടി കളിച്ചത് ദുഷ്ടനായ ശകുനിയായിരുന്നു. ശകുനി ആരാന്ന് വെച്ചാൽ പിന്നെ കൗരവന്മാരുടെ അമ്മാവനാണ് ശകുനി. ശകുനിയാണ് അവർക്ക് വേണ്ടി കളിച്ചത്. ഉസ്നെ യുധിഷ്ഠർക്ക് ഹരാദിയ. അവര് യുധിഷ്ഠിരനെ തോൽപ്പിച്ചു. ഇസ്കെ ഫലസ്വരൂപ്. ഇതിന്റെ ഫലമായി പാണ്ഡവോങ്ക രാജ്യ ചിൻലി. അങ്ങനെ പാണ്ഡവന്മാരുടെ രാജ്യം തട്ടിയെടുത്തു. ഉസ്മേം അതിൽ ഏക്ക് ശർത്ത യഹുബീതി. ഒരു വ്യവസ്ഥയുണ്ടായിരുന്നു. 12 വർഷക്കെ വനവാസ്കെ ബാദ്. 12 വർഷത്തെ വനവാസത്തിന് ശേഷം ഏക്ക് വർഷ, ഒരു വർഷം അജ്ഞാതവാസ്. ഒരു വർഷം അജ്ഞാതവാസമായിരുന്നു. അപ്പം 12 വർഷം വനവാസവും ഒരു വർഷം അജ്ഞാതവാസവും കർണ ഹോഗ. ഉസ്കെ ബാദ് അതിനുശേഷം രാജ്യ ഉനെ ലൗട്ടാ ദിയാ ജായേഗ. അപ്പോൾ 12 വർഷം വനവാസവും ഒരു വർഷം അജ്ഞാതവാസവും കഴിഞ്ഞ് തിരിച്ചു വരുമ്പോൾ അവരുടെ രാജ്യം തിരിച്ചു കൊടുക്കാം എന്നായിരുന്നു വ്യവസ്ഥ. ദ്രൗപദിക്ക് സാത്ത്. ദ്രൗപദിയോടൊപ്പം പാഞ്ചോം പാണ്ഡവ് 12 വർഷ വനവാസ और 1 വർഷ അജ്ഞാതവാസമേ ബിതാക്കർ വാപ്പസ് ലൗട്ടെ. പാണ്ഡവര് 12 വർഷത്തെ വനവാസവും ഒരു വർഷത്തെ അജ്ഞാതവാസവും കഴിഞ്ഞ് തിരിച്ചു വന്നു. പർ ലാലച്ചി ദുര്യോധനെ. എന്നാൽ അത്യാഗ്രഹിയായ ദുര്യോധനൻ ലിയാഹു എന്ന് വെച്ചാൽ എടുത്ത രാജ്യം വാപ്പസ് കർണേസെ ഇൻകാർ കിയ. ദുര്യോധനൻ അവരുടെ രാജ്യം എടുത്തു വെച്ചിരിക്കുകയല്ലായിരുന്നു ഇത്രയും നാളും. ആ രാജ്യം തിരിച്ചു കൊടുക്കാൻ അയാള് വിസമ്മതിച്ചു. അതുകൊണ്ട് പാണ്ഡവന്മാർക്ക് അപ്പനെ രാജ്യക്കേലിയ തന്റെ രാജ്യത്തിനു വേണ്ടി ലഡ്നാപട യുദ്ധം ചെയ്യേണ്ടി വന്നു. യുദ്ധത്തില് സാരേ കൗരവ മാരേകയെ. എല്ലാ കൗരവന്മാരെല്ലാം മരിച്ചു, കൊല്ലപ്പെട്ടു. തബ പാണ്ഡവ ഉസ് വിശാല സാമ്രാജ്യക്കെ സ്വാമി ഹുയെ. അങ്ങനെ വിശാല സാമ്രാജ്യത്തിന്റെ സ്വാമി ആരായി? പാണ്ഡവരായി. ഉസ്കെ ബാദ് അതിനുശേഷം 36 വർഷത്തേക്ക് 36 വർഷം പാണ്ഡവോംനെ രാജിക്കിയ. പാണ്ഡവന്മാര് രാജ്യം ഭരിച്ചു. ഫിർ എന്നിട്ട് അപ്പനെ പോത്തെ പരിഷിത്തുക്കോ. തൻ്റെ പോത്തെ പരിഷിത്ത്. പോത്തെന്ന് വെച്ചാൽ ചെറുമകൻ. തൻ്റെ ചെറുമകനായ പരീക്ഷിത്തിന് രാജ്യം കൊടുത്ത് ദ്രൗപദിക്ക് സാത്ത്. ദ്രൗപദിയോടൊപ്പം തപസ്യാകർണെ തപസ് ചെയ്യാനായി ഹിമാലയത്തിലേക്ക് പോയി. സംക്ഷേപമേ യഹി മഹാഭാരതയ്ക്ക് കഥ. ചുരുക്കത്തിൽ ഇതാണ് മഹാഭാരതത്തിന്റെ കഥ. ഇപ്പം ഇതിനകത്ത് കുറേ പേരുകൾ, ആ പേരുകളൊക്കെ നമ്മൾ ഇനിയും വരുന്ന ആ പാഠത്തിലൊക്കെ പറയും. അപ്പം ഓർത്തിരുന്നാണ് ആരാണെന്നൊക്കെ. കേട്ടല്ലോ? അപ്പം വായിക്കണം നല്ലതായിട്ട്. ആണ് ആദ്യത്തെ ഒരു ചുരുക്കത്തിൽ കഥയാണ് ഇപ്പം പറഞ്ഞത്.